രണ്ടാമത്തെ തീവാറും സെമിഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ വാങ്കഡയിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും 5 തവണ T20 വേൾഡ് കപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടുണ്ട്. അതിൽ 3-2 എന്ന ആധിപത്യം ഇന്ത്യക്കുണ്ട്. പക്ഷേ അവസാനത്തെ 2 T20 വേൾഡ് കപ്പിൽ നോക്കുകയാണെങ്കിൽ രണ്ടിലും സെമിഫൈനലിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടിയിരുന്നു. 2024 ഇംഗ്ലണ്ടിനെ ഇന്ത്യ 68 റൺസിന് തോപ്പിച്ചിരുന്നുവെങ്കിൽ 2022 ഇംഗ്ലണ്ട് ഇന്ത്യയെ 10 വിക്കറ്റ്സിന് തോപ്പിച്ചിരുന്നു. നമുക്ക് മാച്ചപ്പുകളിലേക്ക് വരാം. തന്റെ കരിയറിലെ ബെസ്റ്റ് നോക്ക് കളിച്ചു വരുന്ന സഞ്ജു സാംസണും ജോഫ്ര ആർച്ചറുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് എന്റെ ഫസ്റ്റ് മാച്ചപ്പ്. 2025 ബൈലാറ്ററിൽ 5 മത്സരങ്ങളിൽ 3 എണ്ണത്തിലാണ് ജോഫ്ര ആർച്ചർ ഷോർട്ട് ബോൾ ട്രാപ്പ് എറിഞ്ഞ് സഞ്ജുവിനെ പെടുത്തിയത്. സഞ്ജു ഇപ്പൊ കോൺഫിഡൻസിലാണ്, നല്ല ടച്ചിലാണ്. സഞ്ജു ബാക്ക് ഓഫും ചെയ്യാൻ പോകുന്നില്ല. എന്റെ അഡ്വൈസ് എന്ന് പറയുവാണെങ്കിൽ ആ ഷോർട്ട് ബോൾ വരുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് പുള്ളു ഹുക്കും കളിക്കരുത്. കളിക്കുവാണെങ്കിൽ അത് നിലത്തെ കൂടി കളിക്കണം, അപ്പുറത്ത് സ്ട്രൈക്ക് മാറ്റി അഭിഷേകിന് കൊടുക്കണം. പക്ഷെ സഞ്ജുവിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ സഞ്ജു റിസ്ക് എടുക്കും. സോ ദിസ് വിൽ ബി ആൻ അമേസിംഗ് മാച്ചപ്പ്. സഞ്ജു എങ്ങാനും ആർച്ചറിനെ കോഷ്യസ് ആയിട്ട് കളിക്കുവാണെങ്കിൽ ആർച്ചറിനെ ആര് ടേക്ക് ഓൺ ചെയ്യുമെന്നുള്ള കാര്യം, അതാണ് നമ്മുടെ നെക്സ്റ്റ് മാച്ചപ്പ്. ജോഫ്ര ആർച്ചർ വേഴ്സസ് അഭിഷേക്. സഞ്ജു ആർച്ചറിനോട് ആ ബൈലാറ്ററിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പർ എൻഡിൽ ആർച്ചറിന്റെ 33 പന്തുകൾ കളിച്ച് 61 റൺസ് 184 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ച് ഇതുവരെ ഔട്ട് ആവാത്ത അഭിഷേക് ഉണ്ട്. സോ ചേട്ടാ ഷോർട്ട് ബോൾ വരുവാണെങ്കിൽ സിംഗിൾ ഇട്ട് അഭിഷേകിന് കൊടുക്കുക. അഭിഷേകാണ് ഫേവറബിൾ മാച്ചപ്പ്. ലെറ്റ് ഹിം ടേക്ക് ഓൺ ജോഫ്ര ആർച്ചർ. മാച്ചപ്പ് ആദിൽ റഷീദും ഇഷാൻ കിഷനുമാണ്. 2021 ബൈലാറ്ററിലാണ് ഇവർ അവസാനം തമ്മിൽ കളിച്ചത്. അന്ന് ആദിൽ റഷീദ് ഇഷാൻ കിഷനെ റോങ്ങൻസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. 2 ഇന്നിംഗ്സിലും കിഷന്റെ വിക്കറ്റ് റഷീദ് തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആദിൽ റഷീദാണ്. നമുക്ക് എങ്ങാനും പവർ പ്ലേയിൽ നമ്മുടെ ഓപ്പണേഴ്സിനെ നഷ്ടപ്പെടുവാണെങ്കിൽ സ്കൈ അല്ലെങ്കിൽ ഇഷാൻ കിഷൻ ആദിൽ റഷീദിനെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ മിഡിൽ ഓവേഴ്സിൽ ഈ കളി നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ഫാസിനേറ്റിംഗ് മാച്ചപ്പ് ആയിരിക്കും. ഇനി നമുക്ക് ഇന്ത്യയുടെ ബോളിംഗിലേക്ക് വരാം. ഫസ്റ്റ് മാച്ചപ്പ് ജോസ് ബട്ട്ലർ വേഴ്സസ് ജസ്പ്രീത് ബുംറ. ബട്ട്ലർ ഇതുവരെ ഈ ടൂർണമെന്റിൽ വലിയ സ്കോറുകളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബട്ട്ലറിനെ പേടിക്കണം. പക്ഷെ നമുക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള മാച്ചപ്പ് ഉണ്ട്. ബട്ട്ലറിനെ 4 വട്ടം T20 ഐസിൽ ബുംറ ഔട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് ബട്ട്ലർ വെറും 89 സ്ട്രൈക്ക് റേറ്റിലാണ് ബുംറയായിട്ട് ബാറ്റ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് ഓവേഴ്സിൽ ബട്ട്ലറിന്റെ വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ബ്രിങ് ജസ്പ്രീത് ബുംറ. നമുക്ക് അടുത്ത മാച്ചപ്പിലേക്ക് വരാം. ഫിൽ സോൾട്ട് വേഴ്സസ് അർഷ്ദീപ്. അർഷ്ദീപ് ഈ കഴിഞ്ഞ IPL 2 വട്ടം ഫിൽ സോൾട്ടിനെ ഔട്ട് ആക്കിയിരുന്നു. അതുപോലെ തന്നെ 2025 ബൈലാറ്ററൽ സീരീസിലും 2 വട്ടം ഫിൽ സോൾട്ടിനെ ഔട്ട് ആക്കിയിരുന്നു. ഫിൽ സോൾട്ട് വെറും 114 സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് അർഷ്ദീപ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നത്. സോ ഇതും ഇന്ത്യക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള മാച്ചപ്പ് ആണ്. സോ അർഷ്ദീപ് ഓപ്പണിംഗ് ഓവേഴ്സിൽ തന്നെ ഫിൽ സോൾട്ടിനെ തിരിച്ച് ഡഗ്ഔട്ടിലേക്ക് അയക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനി നമ്മുടെ ഫൈനൽ മാച്ചപ്പിലേക്ക് വരാം. ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനും അവരുടെ ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോററുമായ ഹാരി ബ്രൂക്ക് വേഴ്സസ് വരുൺ ചക്രവർത്തി. 2025 ബൈലാറ്ററിൽ 5 ഇന്നിംഗ്സുകളിൽ 3 എണ്ണത്തിലാണ് ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റ് വരുൺ ചക്രവർത്തി എടുത്തത്. ബ്രൂക്കിന് വരുൺ ചക്രവർത്തിയുടെ റോങ്ങൻ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിലൊക്കെ ഉപരി ഈ ടൂർണമെന്റിൽ 7 ഇന്നിംഗ്സുകളിൽ 5 എണ്ണത്തിലാണ് ഹാരി ബ്രൂക്ക് സ്പിന്നിനോട് ഔട്ട് ആയിരിക്കുന്നത്. സോ ഹാരി ബ്രൂക്ക് എപ്പോൾ ബാറ്റ് ചെയ്യാൻ വരുന്നോ ബ്രിങ് ഓൺ വരുൺ ചക്രവർത്തി. ഇന്നത്തെ ഈ സെമിഫൈനലിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മാച്ച് കഴിഞ്ഞ് വീണ്ടും കാണാം. ഗുഡ് ബൈ.